ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഉത്കൃതനം 1ാം ദിവസം അഥവാ ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടല്ലോ. എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നാളെ ഇന്റഗ്രേഷൻ ഡേ 2 അഥവാ ഉത്കൃതനം 2ാം ദിവസമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം അല്ലേ. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടിരിക്കുകയാണ്, പഠിച്ചിട്ടിരിക്കുകയാണ് അല്ലേ. ടീച്ചർ മുന്നേ ഒരു ക്ലാസ്സിൽ മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളും ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ട് അതുപോലെ പഠിച്ച കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നും ഉണ്ടാവില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം കൂട്ടുകാർക്ക് നാളത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എണ്ണാം എഴുതാം എന്നുള്ള ഒരു ചോദ്യം കേട്ടോ. നമുക്ക് ഇന്നത്തെ ദിവസം വന്നില്ല അല്ലേ, കൗണ്ട് ആൻഡ് റൈറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്താ വരാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ചിത്രങ്ങളുടെ കൂട്ടങ്ങൾ തരൂ കേട്ടോ. എന്നിട്ട് ഓരോ കൂട്ടവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി കണ്ടെത്താനായിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, ചോദ്യം വരാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റോറി എന്തായിരുന്നു, നമ്മുടെ എക്സാമിലുള്ള നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് ചെയ്യാണ്, അപ്പം ചുടുകയാണ് അല്ലേ. അപ്പം ചുട്ടു എന്ത് ചെയ്തു, അവര് വീതിച്ചെടുത്തു. അവസാനം എന്തായി, തർക്കത്തിലെത്തിയില്ലേ. ഇന്ന് നമുക്ക് അവസാനമുള്ള പ്രവർത്തനം എന്തായിരുന്നു, ഡയറി എഴുതാനായിട്ടാണ് നമ്മൾ എത്തി നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് അപ്പങ്ങളുടെയൊക്കെ ചിത്രങ്ങളുടെ കൂട്ടങ്ങളായിരിക്കും തരിക കേട്ടോ. എന്നിട്ട് ഓരോ അപ്പവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എഴുതാനായിരിക്കും പറയാ കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ടീച്ചർ കുറച്ച് അപ്പങ്ങളുടെ കൂട്ടം വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, നെയ്യപ്പാണ്. നെയ്യപ്പം എന്ത് ചെയ്തു, നെയ്യപ്പത്തിന്റെ ഒരു കൂട്ടം വരച്ചു. ഇനി എന്ത് ചെയ്തു, ചെറുത് കേട്ടോ, ഇത് നമ്മൾ കുഞ്ഞതായിട്ട് വരച്ചത് ഉണ്ണിയപ്പത്തിന്റെ എന്ത് ചെയ്തു, ഉണ്ണിയപ്പത്തിന്റെ കൂട്ടം വരച്ചു. ഇനി എന്ത് ചെയ്തു, നമ്മള് പഴംപൊരിയുടെ ഒരു കൂട്ടവും നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. എന്നിട്ട് മക്കളടുത്ത് പറയും ഓരോ പലഹാരങ്ങളും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നുള്ളത് എണ്ണി എഴുതാനായിട്ട് പറയും കേട്ടോ. ഇവിടെ നോക്കിക്കേ മക്കളെ, എത്ര നെയ്യപ്പം ഉണ്ട്, 1 2 3 4 അല്ലേ. 4 നെയ്യപ്പം ഉണ്ട്. ഇനി എത്ര ഉണ്ണിയപ്പം ഉണ്ട്, 1 2 3 4 5 അല്ലേ. 5 ഉണ്ണിയപ്പം. ഇനി എത്ര പഴംപൊരി ഉണ്ടെന്ന് നോക്കിക്കേ, 1 2 3 അല്ലേ. 3 പഴംപൊരി ഉണ്ട്. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് എന്തിന്റെയും ചിത്രങ്ങൾ തന്നിട്ട് അവയുടെ കൂട്ടങ്ങൾ തന്നിട്ട് ഓരോ കൂട്ടവും എത്ര എണ്ണം വീതമുണ്ട് എന്ന് എണ്ണി എഴുതാനായിട്ട് പറയും. ഇതിൽ തന്നെ മക്കൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏത് പലഹാരമാണ്, ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏത് പലഹാരമാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഏതാണ് മക്കളെ, ഈ നെയ്യപ്പമാണോ, ഈ ഉണ്ണിയപ്പമാണോ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പഴംപൊരിയുടെ കൂട്ടമാണോ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഈ ഉണ്ണിയപ്പത്തിന്റെ കൂട്ടമാണ് അല്ലേ. എത്ര എണ്ണമാണുള്ളത്, 5 എണ്ണമാണുള്ളത്. എങ്കിൽ ഏറ്റവും കുറവെണ്ണമുള്ളത് ഏതാണ്, ഈ പഴംപൊരിയുടെ കൂട്ടമാണ് അല്ലേ. ആകെ 3 എണ്ണമേ തന്നിട്ടുള്ളൂ. ഓക്കെ മക്കളെ, അപ്പം ഇതേ രീതിയിലുള്ള ഒരു ചോദ്യം മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, എണ്ണി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എണ്ണി നോക്കുക കേട്ടോ. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഉത്തരം എഴുതാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഏറ്റവും അവസാനം ഇന്നത്തെ പരീക്ഷയിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി എന്ത് ചെയ്യാണ്, വാഹനത്തിലോട്ട് കയറിയില്ലേ. ആ സമയത്താണ് കാല് മുട്ടിയതും അയ്യോ എന്ന് വിളിച്ചതും ഒരാൾ തോറ്റ് മറ്റൊരാൾ ജയിച്ചതൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാഹനങ്ങൾ അല്ലെ, നമ്മൾ വിവിധ തരം വാഹനങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ആ വാഹനങ്ങളുടെ പേരുകൾ മക്കൾ ഓർത്തിരുന്നോ? അടുത്ത ദിവസം നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾക്ക് എന്ത് തരാം, ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാഹനങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളും തരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതിയാവും കേട്ടോ. ഇനി ഒരു പക്ഷെ തന്നിട്ടില്ലെങ്കിലോ, അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, കരയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകളൊന്ന് എഴുതി പഠിക്കുക. ഒരു 2 3 എണ്ണോ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങള്, പിന്നെ ആകാശത്തിലൂടെ പോകുന്നത്, കരയിലൂടെ പോകുന്നത് ഏതൊക്കെയാ മക്കളെ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതൊക്കെയാണ്, നമ്മുടെ കാറ് കരയിലൂടെ പോകുന്നതാണ്, JCB കരയിലൂടെ പോകുന്നതാണ് അല്ലെ, ലോറി കരയിലൂടെ പോകുന്നതാണ്, സൈക്കിള് കരയിലൂടെ പോകുന്നതാണ് അല്ലെ. വെള്ളത്തിലൂടെ പോകുന്നത് ഏതൊക്കെയാണ്, തോണി ഉണ്ട്, ബോട്ട് ഉണ്ട് അല്ലെ, കപ്പൽ. ഇതൊക്കെ എന്താണ്,
വെള്ളത്തിലൂടെ പോകുന്നതാണ്. ഇനി നമ്മുടെ ആകാശത്തിലൂടെ പോകുന്നത് ഏതൊക്കെയാണ്? ഹെലികോപ്റ്റർ, റോക്കറ്റ്, വിമാനം തുടങ്ങിയ വാഹനങ്ങളൊക്കെ എന്താണ്? ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണ് അല്ലേ? അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് നാളത്തെ എക്സാമിനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിനോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ, 15 എന്ന് പറയുന്ന കൂട്ടുകാരൻ. അപ്പൊ ഇവന്റെ മറ്റു കൂട്ടുകാരെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം കേട്ടോ. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ക്രിയകൾ തന്നിട്ടില്ലേ? ഈ ക്രിയകളിൽ ഏതൊക്കെ ചെയ്യുമ്പോഴാണോ 15 കിട്ടുന്നത് അവരൊക്കെ ആരുടെ കൂട്ടുകാരനാണ്? ഇയാളുടെ കൂട്ടുകാരനാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, 10 കൂട്ടണം 5 എത്രയാ മക്കളെ? 10 കൂട്ടണം 5 15 നമുക്കറിയാം. അതുകൊണ്ട് 15ന്റെ കൂട്ടുകാരനാണ്. ഇനി 14 കൂട്ടണം 5, 14 കൂട്ടണം 5 എത്രയാടാ? 19 ആയി പോകും അല്ലേ? അപ്പം ഇത് 15ന്റെ കൂട്ടുകാരനാണോ? അല്ല അല്ലേ? അപ്പൊ നമ്മൾ അവിടേക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. എന്ന് നോക്കിക്കേ, 13 കൂട്ടണം 3 15 ആണോ? 13ലോട്ട് 2 കൂട്ടിയാൽ 15 ആണ്. പക്ഷെ 13ലോട്ട് 3 കൂട്ടിയാൽ 15 ആണോ? അല്ല അല്ലേ? അപ്പൊ നമ്മൾ അയാളെ വരയ്ക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് വൺ നോക്കിക്കേ, 12 കൂട്ടണം 3 എത്രയാണ്? 15 ആണ് അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് വരച്ച് ചേർക്കാം. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അവന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടെത്താനായിട്ട് നമ്മളടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി ടീച്ചർ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോസ് ടീച്ചർ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലോട്ട് ഇടാം. അപ്പൊ മക്കള് ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അതുകൂടി കണ്ടിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്രമീകരിക്കാം എന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനെന്ത് ചെയ്യാം? ക്രമപ്പെടുത്താനായിട്ട് പറയാം, അതായത് വീതിക്കാനായിട്ട് പറയും കേട്ടോ. ഇവിടെ നമുക്ക് 20 എന്ന് പറയുന്ന സംഖ്യയുണ്ട്. 20ന് നമുക്ക് എങ്ങനെയൊക്കെ വീതിക്കാം? അതെ അല്ലേ? 10ഉം 10ഉം ആക്കി വീതിച്ചൂടെ അല്ലേ? 10 കൂട്ടണം 10 ആണ് 20 എന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് ഇങ്ങനെ വീതിക്കാം, 15 കൂട്ടണം 5 എന്താണ്? 15 കൂട്ടണം 5 എന്താണ്? 20 ആണ് അല്ലേ? പിന്നെയോ 18 കൂട്ടണം 2 എത്രയാണ്? 20 ആണ്. 17 കൂട്ടണം 3 എത്രയാണ് മക്കളെ? 20 ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് പല രീതിയിലായിട്ട് ചോദിക്കാം. മുന്നേ ഒരു പ്രാവശ്യം നിങ്ങളുടെ എക്സാമിന് ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ഒരു 20 വളകൾ ഉണ്ടായിരുന്നു. 20 വളകളെ എങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ രണ്ട് കയ്യിലിടാം? 10ഉം 10ഉം ആയിട്ട് നമുക്ക് ഇടാം അല്ലേ? ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കയ്യിൽ 15ഉം ഈ കയ്യിൽ 5ഉം ആക്കി ഇടുകയാണെങ്കിൽ എത്രയാ മക്കളെ? 20 വളയായി. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു കയ്യിൽ 18 വളയും ഈ കയ്യിൽ 2 വളയും ഇടുകയാണെങ്കിൽ എത്രയായി? 20 ആയി. ഈ കയ്യിൽ ഒരു 17 വളയും ഈ കയ്യിൽ ഒരു 3 വളയും ഇട്ടാൽ എത്രയായി? 20 ആയി അല്ലേ? ഇനി ഈ കയ്യിൽ ഒരു വളയും ഈ കയ്യിൽ 19 വളയും ഇട്ടാൽ എത്രയാ മക്കളെ? 20 ആയി അല്ലേ? അപ്പം 20നെ എങ്ങനെയൊക്കെ ക്രമീകരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നേ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 20ന് പകരം വേറെ ഏതെങ്കിലും സംഖ്യയൊക്കെ ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? ഈ കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ മക്കളെ, അപ്പം പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൂട്ടുകാർ നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.